ഹിന്ദു മുസ്ലിം വിഭാഗീയത സൃഷ്ടിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം സൃഷ്ടിക്കുന്ന വിധത്തിൽ നരേന്ദ്രമോദി പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് ആക്ഷേപം. CPM-ഉം CPI-യും CPIML-ഉം കോൺഗ്രസും ആ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ BJP-യുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയോടാണ് വിശദീകരണം തേടിയിട്ടുള്ളത്. വിശദീകരണം നൽകിയതായിട്ടാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അക്കാര്യത്തിലൊരു നടപടി എടുക്കുന്നില്ല. നോക്കൂ, തെരഞ്ഞെടുപ്പിൻ്റെ 4ാം ഘട്ടത്തിലേക്ക് 21-ാം തീയതി നടന്ന കാര്യമാണ്. 4ാം ഘട്ടം പൂർത്തിയാവുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ട ലംഘനം ഉണ്ടായാൽ അത് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ലേ അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടത്. അതല്ല, നടപടി ഇല്ല എന്നാണോ ഈ മൗനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? DT ആചാര്യ, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ ബാധ്യതപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. നമ്മുടെ ഭരണഘടനയുടെ 324-ാം വകുപ്പ് അനുസരിച്ച് ഇലക്ഷൻ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടത്താൻ ഇലക്ഷൻ കമ്മീഷന് ബാധ്യതയുണ്ട്. അതിനുവേണ്ടി എല്ലാ അധികാരങ്ങളും ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അത് ആർട്ടിക്കിൾ 324 അത് ഇന്റർപ്രറ്റ് ചെയ്തത് സുപ്രീം കോടതി പല കേസുകളിൽ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ആ അധികാരത്തിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് പ്രത്യേകിച്ച് പല സുപ്രീം കോടതിൻ്റെ പല കേസുകളിലും മോഹിന്ദർ സിംഗ് ഗില്ലിൻ്റെ കേസിൽ കൃഷ്ണയ്യർ ആ ഒരു നിയമം വളരെ വിസ്തരിച്ച് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് 324 റിസർവോയർ ഓഫ് പവേഴ്സ് എന്നാണ് പറയുന്നത്. അന്ന് കൃഷ്ണയ്യർ പറഞ്ഞിരുന്നത് റിസർവോയർ ഓഫ് പവേഴ്സ് എന്നാണ്. അതായത് ഇലക്ഷൻ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും നടത്താൻ വേണ്ടി അനേകം റിസർവോയറാണ്, അധികാരങ്ങളിൽ ഒരു റിസർവോയറാണ് ഇലക്ഷൻ കമ്മീഷന് ഈ 324 കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അനേകം മറ്റ് കേസുകളിലൊക്കെ തന്നെ സുപ്രീം കോടതി ഈ ഒരു പോയിന്റ് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അധികാരങ്ങളുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ അധികാരങ്ങൾ ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. വാസ്തവത്തില് ഇലക്ഷൻ കമ്മീഷൻ അധികാരങ്ങൾ ഉപയോഗിച്ചിരിക്കണം, അതാണ് അതിന്റെ കാര്യം. അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന അധികാരങ്ങൾ അത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ആ ഇലക്ഷൻ കമ്മീഷൻ വാസ്തവത്തിൽ അത് ഭരണഘടന പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് പാടില്ലല്ലോ. അതുകൊണ്ട് ആരായാലും മുഖം നോക്കാതെ, പ്രധാനമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ആരായാലും മുഖം നോക്കാതെ ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് തക്കതായ നടപടി എടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അത് ഇനിയിപ്പോ എന്താണ് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ ചെയ്യാവുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് നമ്മുടെ ഈ ഇലക്ഷൻ സിമ്പിൾസ് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓർഡർ ഉണ്ട്. 1968 ഇറക്കിയ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇറക്കിയ ഒരു ഓർഡറാണ്. അത് അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമ്പിളുകൾ ഓരോ പാർട്ടി റെക്കഗ്നൈസ് ചെയ്യുക, അതിന് സിമ്പിൾ അലോട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷെ അതില് പാരഗ്രാഫ് 16A എന്ന് പറഞ്ഞൊരു പാരഗ്രാഫ് ഉണ്ട്. അപ്പൊ ആ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ ഡയറക്ഷൻസിനെ വയലേറ്റ് ചെയ്യുകയും ഡിഫൈ ചെയ്യുകയും ചെയ്താൽ ഒരു പാർട്ടിയുടെ റെക്കഗ്നീഷൻ ടെമ്പററി ആയിട്ട് പിൻവലിക്കാം. ഇത് വളരെ സീരിയസ് ആയ ഒരു കേസ് ആണെങ്കിൽ, ഒരു എക്സ്ട്രീം കേസ് ആണെങ്കിൽ ഇതിന്റെ റെക്കഗ്നീഷൻ പിൻവലിക്കാം പൂർണ്ണമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അതിനർത്ഥം ഇലക്ഷൻ കമ്മീഷന് ആവശ്യമുള്ള അധികാരങ്ങൾ, ഇപ്പോൾ ഒരു പാർട്ടിയുടെ റെക്കഗ്നീഷൻ പിൻവലിച്ചാലുള്ള അവസ്ഥ അറിയാമല്ലോ. സിമ്പിൾ ഉപയോഗിക്കാൻ പറ്റില്ല, റിസർവ് സിമ്പിൾസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ അധികാരങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ. അത് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് അങ്ങനൊരു വ്യക്തമായ മറുപടിയില്ല. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് ഒരു ഇലക്ഷൻ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും നടത്താൻ വേണ്ടിയുള്ള എല്ലാ അധികാരങ്ങളും ഈ നമ്മുടെ ഭരണഘടന ഇതിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. Debate with MV Nikesh Kumar.